ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ RupeeMonk ചാനലിൽ പലവിധ പ്ലാനുകളുടെയും ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. നമ്മൾ പല പ്രോഡക്റ്റുകളുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് ഒരു പെയ്ഡായിട്ടുള്ള പ്രൊമോഷനാണ് എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാം. അതായത് അവരുടെ പ്രോഡക്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് പൈസ തന്നുകൊണ്ട് ചെയ്യിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ എല്ലാ പ്രോഡക്റ്റുകളും അങ്ങനെ പെയ്ഡായിട്ടുള്ള പ്രൊമോഷൻ വഴി പ്രൊമോട്ട് ചെയ്യാറില്ല. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ബിനോമോ എന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, Octafx എന്ന് കേട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും അത്ര ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ല. അവർ നമ്മളെയൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിലും നമ്മളത് ആ ആപ്ലിക്കേഷൻ്റെ ഒരു ലെജിറ്റിമസി നോക്കിയിട്ട്, അല്ലെങ്കിൽ അത് ഡിപ്പെൻഡബിൾ ആണോ, അത് ആൾക്കാരെ പറ്റിക്കാത്ത സംഭവങ്ങളാണോ എന്ന് ആണെങ്കിൽ മാത്രമേ നമ്മളതിൽ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ റിക്വസ്റ്റ് വന്നപ്പോഴും നമ്മൾ എല്ലാം ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ടുള്ള സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളും പ്ലാറ്റ്ഫോമുകളും ആപ്പുകളും അല്ലെങ്കിൽ NSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളുടെ അല്ലെങ്കിൽ NSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒക്കെ പാടുള്ളൂ. അപ്പോൾ ആര് പറഞ്ഞാലും, അതിനിപ്പോൾ ഞാൻ നാളെ വന്ന് ഞാൻ ഒരു പ്ലാറ്റ്ഫോം നല്ലതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ കണ്ണടച്ച് നിങ്ങൾ പോയി ചെയ്യരുത്. നിങ്ങൾ ആ ആപ്പിനോ അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിന് എന്തുമാത്രം സ്വീകാര്യതയുണ്ട്, എന്തുമാത്രം നല്ലതാണ് എന്നുള്ളത് സ്വന്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലാതെ ഈ ബിനോമോ, Octafx ഒക്കെ പോലുള്ള എക്സ്പേർട്ട് ഓപ്ഷൻസ് ഒക്കെ പോലെയുള്ള പദ്ധതികളിൽ നിങ്ങൾ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ചിലപ്പോൾ വളരെ വലിയ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ട്രേഡും ഇൻവെസ്റ്റും ചെയ്യുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക.